അറബി ഭാഷ പ്രാധാന്യവും സവിശേഷതകളും. ലോകഭാഷകളിൽ വളർച്ചയിലും വ്യാപനത്തിലും ഒന്നാം സ്ഥാനത്തുള്ള അറബി ഭാഷ സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒരു ഭാഷയാണ്. ഹീബ്രു, അറാമിക് ഭാഷകളും ഇതേ കുടുംബത്തിൽപ്പെട്ടതാണ്. സെമിറ്റിക് ഭാഷകളിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഭാഷ അറബി മാത്രമാണ്. ജനസംഖ്യയനുസരിച്ച് ലോകത്ത് 4ാമത്തെ വിനിമയ ഭാഷയാണിത്. ലോകത്ത് 26 രാഷ്ട്രങ്ങളും 25 കോടി ജനങ്ങളും അവരുടെ മാതൃഭാഷയായി അറബി ഉപയോഗിക്കുന്നു. അനേകം പേർ തങ്ങളുടെ പ്രഥമ ഭാഷ അല്ലെങ്കിൽ കൂടി അറബി സംസാരിക്കുന്നുമുണ്ട്. ഡിസംബർ 18 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതൽ എല്ലാ വർഷവും അറബി ഭാഷാ ദിനമായി ആചരിച്ചു വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി അറബി പ്രഖ്യാപിക്കപ്പെട്ടത് 1973 ഡിസംബർ 18 എന്നതിനാലാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രചാരണവുമായി മക്കയിൽ പ്രവർത്തിക്കുന്നതിന്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അറബി ഭാഷ ഉദയം ചെയ്തത്. പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമിന്റെ പുത്രൻ സാം എന്നിവരുടെ പരമ്പരയിൽപ്പെട്ടവർ സംസാരിച്ചിരുന്ന സെമിറ്റിക് ഭാഷയിലാണ് അറബിയുടെ വേരുകൾ ചെന്നെത്തുന്നത്. ഇരുണ്ട കാലഘട്ടമെന്ന് ചരിത്രം വിശേഷിപ്പിച്ച 4ാം നൂറ്റാണ്ടിലും 5ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അറബി സാഹിത്യത്തിൽ രചനകൾ നടന്നിട്ടുണ്ട്. മുഅല്ലഖകൾ എന്നറിയപ്പെടുന്ന അറേബ്യൻ കവിതാ സമാഹാരങ്ങൾ രചിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. ലോകഭാഷകളിൽ വളരെ ലളിതമായ ഭാഷകളിലൊന്നാണ് അറബി. ജാതിമത ഭേദമന്യേ ആർക്കും വേഗത്തിൽ മനസ്സിലാക്കുവാനും പഠിച്ചെടുക്കുവാനും കഴിയുന്ന ഭാഷയാണത്. അറബി ഭാഷയിലെ പ്രസിദ്ധമായ പല നിഘണ്ടുകളും സാഹിത്യ ചരിത്ര കൃതികളുമൊക്കെ തയ്യാറാക്കിയത് അമുസ്ലിങ്ങളാണ് എന്നത് ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരിക്കും. 28 അക്ഷരങ്ങൾ മാത്രമുള്ള അറബി ഭാഷ വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. പദസമ്പത്തുകളാൽ ധന്യമാണ് അറബി ഭാഷ. സ്ഫുടമായ വാക്കുകളും സുഗ്രാഹ്യമായ പ്രയോഗങ്ങളും അത്യാകർഷണീയമായ ശൈലികളും അറബി ഭാഷയുടെ പ്രത്യേകതകളാണ്. കൂടാതെ അറബി ലിപിയിലെ സരളതയും ഉച്ചാരണത്തിലെ ലാളിത്യവും അറബിയെ കൂടുതൽ ജനസമ്പർക്കമുള്ളതാക്കുന്നു. കേവലം ശബ്ദങ്ങളിൽ പോലും വലിയ ആശയ പ്രപഞ്ചങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള ഈ ഭാഷയുടെ സവിശേഷത അപാരമാണ്. അറബി ഭാഷയുടെ പൊതുവായ മറ്റു ചില സവിശേഷതകൾ ഇപ്രകാരമാണ്. 4000-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ടായിട്ടും 150ഓളം തലമുറകളായി ലക്ഷോപലക്ഷം ജനവിഭാഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടും ശുദ്ധിക്കോ തനിമക്കോ മൗലികതക്കോ ലവലേശം പോറലേൽക്കാത്ത ഏക ഭാഷ. 7 മുതൽ 11 നൂറ്റാണ്ടുകൾ വരെ ഭൂമുഖത്ത് അറിയപ്പെട്ടിരുന്ന ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെല്ലാം അതേ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന് ലഭ്യമാക്കിയ ഭാഷ. ഗ്രീക്ക് ഭാഷയിലും സംസ്കൃതത്തിലുമുള്ള പ്രാചീന ഗ്രന്ഥങ്ങൾ ഭാഷാന്തരണം ചെയ്ത് ആധുനിക ലോകത്തിന് സമ്മാനിച്ച പ്രായം കുറഞ്ഞ സെമിറ്റിക് ഭാഷ. ഫിലിപ്പ് ഹിറ്റിയുടെ വീക്ഷണത്തിൽ 8ാം നൂറ്റാണ്ടിന്റെയും 13ാം നൂറ്റാണ്ടിന്റെയും ഇടയിൽ ലോക സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും വാഹകരായിരുന്ന അറബിയരുടെ മാതൃഭാഷ. വാസ്കോഡ് ഗാമയും കൊളംബസും ലോക സഞ്ചാരത്തിനുപയോഗിച്ച ഭൂപടത്തിന്റെ ഭാഷ. സൈഫറിന്റെയും ആൾജബ്രയുടെയും മാത്രമല്ല, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അരിത്മെറ്റിക്സിന്റെയും അടിസ്ഥാന ഭാഷ. സമഗ്രവും അന്താരാഷ്ട്രവുമായ ഒരു സംസ്കാരത്തിന് അടിത്തറ പാകി മനുഷ്യകോടികളെ ഒരു ഏകീകൃത ചിന്താധാരയിൽ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞ ഭാഷ. ഇന്ന് പ്രചാരത്തിലുള്ള ഭാഷകളിൽ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളെ വകവെക്കാതെ ജനകോടികളുടെ ഹൃദയങ്ങളിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തിയ ഭാഷ. ഭൂമുഖത്ത് മറ്റേത് ഗ്രന്ഥത്തെക്കാളുമേറെ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിന്റെ ഭാഷ. ഒരു അന്ധനായ മനുഷ്യന് പോലും ഇതരൻ സംസാരിക്കുന്നത് സ്ത്രീയോടോ പുരുഷനോടോ എന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഭാഷ. അറബി ഭാഷയുടെ മഹത്വവും പ്രസിദ്ധിയും വാനോളമുയരുന്നത് അതുൾക്കൊള്ളുന്ന മഹത്തായ സാംസ്കാരിക ബോധത്തെക്കൂടി കണക്കിലെടുക്കുമ്പോഴാണ്. സാഹിത്യ സംസ്കാരം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയ കാലത്താണ് ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമാവുന്നത്. ഖുർആനിനെ തുടർന്ന്
ഹദീസുകൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, തഫ്സീറുകൾ തുടങ്ങി ഇസ്ലാമിക പഠനശാഖകൾ ഒന്നടങ്കം ഈ ഭാഷയുടെ ഗഹനതക്കും വിജ്ഞാന വൈപുല്യത്തിനും സാക്ഷ്യം വഹിച്ചു. അബ്ബാസി കാലഘട്ടം അറബി ഭാഷയുടെ സുവർണ കാലഘട്ടമായിരുന്നു. സാഹിത്യരംഗം തന്നെ ശാഖോപശാഖകളിലായി തിരിഞ്ഞതും ശാസ്ത്ര സാങ്കേതിക ആധ്യാത്മിക രംഗങ്ങളിലെ അവലംബ കൃതികൾ അറബി ഭാഷയിൽ രചിക്കപ്പെട്ടതും പുരാതന നാഗരികതകളായ ഗ്രീസ്, സുമേറിയ, ബാബിലോൺ തുടങ്ങിയ ജനസമൂഹങ്ങളിൽ നിന്നും തത്വചിന്ത, തർക്കശാസ്ത്രം, ഗോളശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലുള്ള അനേകം ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. അറബ് നാടുകളുമായി കേരളത്തിന്റെ ബന്ധം അതിപുരാതനമാണ്. കപ്പലുകളിൽ ഇവിടെയെത്തിയ അറബി സംഘമാണ് അറബി ഭാഷയെ കേരളക്കരയിൽ വ്യാപിപ്പിച്ചത്. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള ആദ്യ ഗ്രന്ഥം അറബി ഭാഷയിൽ രചിക്കപ്പെട്ട തുഹ്ഫത്തുൽ മുജാഹിദീനാണെന്നതു മാത്രം മതി കേരളക്കരക്ക് അറബി ഭാഷയോടുള്ള ബന്ധം മനസ്സിലാക്കാൻ. നിലവിൽ കേരളത്തിലെ 5 യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലും സ്കൂളുകളിലുമായി 12 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ഈ ഭാഷയെ പഠിക്കുകയും അതിൻ്റെ വളർച്ചയ്ക്കു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഔദ്യോഗികമായി അറബി ഭാഷ പഠിപ്പിക്കുന്ന 150-ൽ പരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പലയിടങ്ങളിലായുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു തുടങ്ങി അറബി ഭാഷയാൽ സ്വാധീനിക്കപ്പെട്ട ഭാഷകളിൽ നമ്മുടെ മലയാളവുമുണ്ട്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന പദങ്ങളിൽ പലതും അറബി ഭാഷയിൽ നിന്ന് ചേക്കേറിയതാണ്. ഭാഷകൾ മനുഷ്യനാഗരികതയുടെ അടയാളങ്ങളാണ്. സംസ്കാരവും സ്വഭാവവും പകർന്നു നൽകുന്ന ഓരോ ഭാഷയും ലോക സംസ്കാരത്തിന്റെ പൊതുസ്വത്താണ്. അറബി ഭാഷയ്ക്ക് നിഷേധിക്കാനാവാത്ത പ്രാധാന്യം ഇസ്ലാമിലുണ്ടെങ്കിലും ഭാഷയെ മതവുമായോ ജാതിയുമായോ മാത്രം ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നത് തികഞ്ഞ സങ്കുചിതത്വമായിരിക്കും. തുറന്ന മനസ്സോടെ ഓരോ ഭാഷയുടെയും സാംസ്കാരിക പാരമ്പര്യവും സംഭാവനകളും ഉൾക്കൊള്ളുവാനാണ് പ്രബുദ്ധ സമൂഹം ശ്രമിക്കേണ്ടത്. ഇസ്ലാം കവാടം ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി.